ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 24 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് 57 വയസ്സാണുള്ളത്. അങ്ങനെ ഒരു വലിയ പ്രായമുള്ള ആളോ അല്ലെങ്കിൽ ആ ചെറിയ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ എന്നത് സ്വപ്നതുല്യമായ ഒരു കരിയർ എന്ന നിലയിലേക്ക് മാറിയതാണ്. അദ്ദേഹം സാധാരണ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ എന്നതിൽ നിന്ന് മാറി അദ്ദേഹം ഒരു സംരംഭകൻ എന്ന നിലയിലേക്ക് മാറുകയാണ്. പിന്നീട് കർണാടക അദ്ദേഹത്തിൻ്റെ തട്ടകമാകുന്നു. അദ്ദേഹം മലയാളിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ തട്ടകമാക്കി മാറ്റിയത് കർണാടകയാണ്. അവിടെ നമുക്കറിയാം CJ റോയി തന്നെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വാങ്ങിയ സ്ഥലത്തിന് അപ്രതീക്ഷിതമായി അവിടെ 300 ഇരട്ടി വരെ വില കുതിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബാംഗ്ലൂരിൽ അങ്ങനെ ആരും താല്പര്യപ്പെടാതിരുന്നൊരു സ്ഥലം അദ്ദേഹം നേരത്തെ വാങ്ങിയിടുകയും പിന്നീട് ആ സ്ഥലത്തിനടുത്തേക്ക് ഈ നഗരം വളരുകയും വളരെ പെട്ടെന്ന് അവിടെ റിയൽ എസ്റ്റേറ്റ് രംഗം കുതിച്ചു വരികയും ചെയ്തു. അങ്ങനെ അപ്രതീക്ഷിതമായി അദ്ദേഹം വാങ്ങിയ സ്ഥലത്തിന് വലിയ മൂല്യമുണ്ടായി. അങ്ങനെ ആ തുകയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ച് പരിപൂർണമായി റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല അദ്ദേഹം ഓരോ ഇൻ്റർവ്യൂവിലും പറയുന്നത് ഈ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ്. നമ്മൾ ഈ സംഭവത്തിന് ശേഷം തന്നെ ശ്രീജ നമ്മൾ പല അദ്ദേഹത്തിൻ്റെ പഴയ അഭിമുഖങ്ങളും കാണുമ്പോൾ അത് ഒരു അഭിമുഖത്തിൽ മാത്രമല്ല, അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്നത് ഈ നിയമം പാലിക്കണം എന്ന കാര്യമാണ്. നിയമത്തെ ഓവർ റൂൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിയമം മറികടന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധിമുട്ടാകും എന്ന കാര്യമൊക്കെ വളരെ കാര്യമായി പറയുന്ന, അത് ഒരു ഇൻ്റർവ്യൂവിലല്ല പല അനുഭവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. കൊച്ചിയിൽ തന്നെ മരടിൽ ഇങ്ങനെ ഈ ഫ്ലാറ്റുകൾ പൊളിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, നമുക്കറിയാവുന്നതാണ്. അവിടെ ഈ CRZ പാലിക്കാത്തതിൻ്റെ പേരിൽ ഫ്ലാറ്റുകൾ തകർത്ത് കളയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിന് ശേഷം റോയി നടത്തുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിന് അവിടെ 4.5 ഏക്കർ സ്ഥലം അദ്ദേഹം 2005 അദ്ദേഹം അവിടെ വാങ്ങുകയും അവിടെ ഈ വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം ഏതാണ്ട് 400 യൂണിറ്റ് വരെയുള്ള സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരിൽ ചിലർ ഇങ്ങനെ CRZ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. 2005 അന്ന് ഈ തീരദേശ പരിപാലന നിയമമൊക്കെ അത്ര ശക്തമായി വരാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് മറികടന്ന് ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സമില്ലെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ പറയുകയും ചില വ്യവസായികളൊക്കെ പറയുകയും ഈ അന്നത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് വലിയ കാര്യമുള്ള പ്രശ്നമല്ല, അത് മറികടന്നൊക്കെ പോകാം, അതൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നത് പക്ഷേ അന്ന് തന്നെ തൻ്റെ മനസ്സിലത് സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആദ്യഘട്ടത്തിൽ 150 കോടി രൂപ വരെ ലാഭം കിട്ടുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. ആ 150 കോടി രൂപ താൻ വേണ്ട എന്ന് വെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന കാര്യം അദ്ദേഹം വളരെ കൃത്യമായി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം നിയമം പ്രകാരം മുന്നോട്ട് പോകണം. അദ്ദേഹത്തിൻ്റെ വിദേശത്ത് യൂറോപ്യൻ രാജ്യത്തുള്ള അദ്ദേഹത്തിൻ്റെ പദവിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ CJ റോയി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു എന്നതിന് ഒരു തെളിവുമില്ല. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ചീറ്റിംഗ് കേസോ നമുക്കൊക്കെ അറിയാവുന്ന ഇപ്പോൾ റേറെ എന്ന് പറഞ്ഞിട്ട് ഈ ഫ്ലാറ്റ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ തന്നെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപ് നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ്, നിരവധി ഫ്ലാറ്റ് തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. വലിയ ഗ്രൂപ്പുകളുടെ പേരിൽ നടന്നിട്ടുണ്ട്. അത് തൃശ്ശൂരും എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ പ്രമുഖ ഗ്രൂപ്പുകൾ തന്നെ ആളുകളെ പറ്റിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നിയമം കർശനമല്ലാതിരുന്ന സമയത്ത് പോലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരിക്കൽ പോലും ആളുകളെ കബളിപ്പിച്ചതായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഉപഭോക്താവിനെ എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിച്ചതായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാഹന പ്രേമത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നികുതി വെട്ടിപ്പോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളുടെ പേരിലോ ഒക്കെ തന്നെ റോയിയുടെ പേരിൽ എപ്പോഴെങ്കിലും ഒരു നടപടിയോ റോയി തെറ്റ് ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങളോ വാർത്തകളോ ഉദ്യോഗസ്ഥരുടെ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതായത് ഇതുവരെയുള്ള 57 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു കരിനിഴലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വ്യവസായി തന്നെയായിരുന്നു റോയി എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഇഡിക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ തരത്തിലുള്ള ആക്ഷേപങ്ങൾ മറുവശത്തു നിന്ന് വരുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ തന്നെ, ആ തരത്തിലുള്ള വാദങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്ക്, അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്ക്, അദ്ദേഹവുമായി അടുപ്പം പുലർത്തുന്ന സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു
വിയോഗമായി ഇത് മാറിയിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട അന്ത്യ ശുശ്രൂഷ ചടങ്ങുകളാണ് നടക്കുന്നത്. കൽക്കരെ സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് ഈ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത്. അതിന് പുരോഹിതർ കാർമ്മികത്വം വഹിക്കുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ രാവിലെ 8 മണി മുതൽ തന്നെ പൊതുദർശനമുണ്ടായിരുന്നു. 2:30 വരെ ആ പൊതുദർശനം നീണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ പള്ളിയിലെ ശുശ്രൂഷ ചടങ്ങുകൾ. ഇതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത്. അത് അദ്ദേഹത്തിന് തന്നെ മുൻ ആഗ്രഹപ്രകാരം കൽക്കരയിലുള്ള നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ ആ പരിസരത്താണ്, ആ വളപ്പിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യ വിശ്രമത്തിനുള്ള ഇടം ഒരുക്കിയിട്ടുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ്. ശ്രീജ. ശരി, പി.വി. വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് CJ റോയുടെ സംസ്കാരത്തിൻ്റെ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയാവുകയാണ്. സെൻറ്റ് ജോസഫ് പള്ളിയിൽ ശുശ്രൂഷകൾക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷറി റിസോർട്ടിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെയാണ്, തൻ്റെ അന്ത്യയാത്ര അവിടെ ആയിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കാണുന്നത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ, പ്രത്യേകിച്ച് വലിയൊരു ഗ്രൂപ്പാണ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. എത്രയോ ജീവനക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ. അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ, സുഹൃത്തുക്കൾ, വ്യവസായ രംഗത്തെ മറ്റ് പ്രമുഖർ ഉൾപ്പെടെയുള്ളവരൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തുന്നതാണ് കണ്ടത്. സത്യത്തിൽ ആ വാർത്ത ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാവുന്ന ഒന്നല്ല. ആ കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഭാര്യയും അദ്ദേഹത്തിനൊപ്പം ഈ ബിസിനസ്സിലെല്ലാം വളരെ സജീവമാണ്. അവരെ നമ്മൾ രാവിലെ തൊട്ട് കാണുന്നുണ്ട്. അത്രയേറെ അപ്രതീക്ഷിതമായ ഒരു അന്ത്യത്തിൽ ആ കുടുംബമാകെ ഉലഞ്ഞു പോയിരിക്കുന്നു. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഒരുപക്ഷെ സിനിമ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഇഷ്ടമുള്ള മേഖലയായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ സ്ക്രീനിൽ വരുന്നതൊക്കെ ഇഷ്ടമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാനലുകളിൽ ഒരു പ്രോഗ്രാം സ്പോൺസറിങ് നടത്തുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹം എത്രത്തോളം തവണ സ്ക്രീനിൽ വന്നു പോയിരുന്നു, അതെങ്ങനെയാണ് ആ ബ്രാൻഡിനെ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിനിമയിലേക്ക് വന്നാൽ അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പമാണ് അധികവും പ്രവർത്തിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റുകളുള്ള സിനിമയായിരുന്നു കാസനോവയും മരക്കാർ അറബിക്കടലിൻ്റെ സിംഹവും ഒക്കെ. ഇന്നിപ്പോൾ നമ്മൾ ആൻ്റണി പെരുമ്പാവൂരൊക്കെ അവിടെ എത്തിയത് കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സിനിമ മകൾ കൂടി ഭാഗമായൊരു സിനിമയുടെ റിലീസിന് തൊട്ടു മുൻപ് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് അതും വലിയൊരു ആഘാതമാണ്. അങ്ങനെ തന്നെയാണ് ശ്രീജ. കാരണം ഒരു വ്യവസായി, ഒരു വൻ വ്യവസായി ഒരു സഹൃദയനാകുക, അതിന് അദ്ദേഹത്തിന് ഈ കലകളോട് കൂടുതൽ താല്പര്യമുണ്ടാകുക, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നിലയിലേക്ക് വരിക, അങ്ങനെയൊക്കെ വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിയോഗം വരുമ്പോൾ ഓർത്തു പോകുന്നത് അറ്റ്ലസ് രാമേന്ദ്രനെയൊക്കെയാണ്. നമുക്കറിയാവുന്നതാണ്, ടെലിവിഷൻ രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ, സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭാവനകൾ, അദ്ദേഹത്തിനും കരിയറിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നതാണ് പിന്നീട് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഏതായിരുന്നാലും റോയിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. 2 ഫോണുകളാണുള്ളത്. അത് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, SITയുടെ കസ്റ്റഡിയിൽ ഇപ്പോഴുണ്ട്. മാത്രമല്ല, അത് തുറന്ന് പരിശോധിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. അതിനുശേഷമായിരിക്കും, കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു അനുമതി നേടിയെടുത്ത ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫോൺ തുറന്നുള്ള പരിശോധന നടത്തുക. ഒരുപക്ഷെ അതിൽ നിന്ന് കുറച്ച് കൂടുതൽ വിവരങ്ങൾ, വ്യക്തമായ വിവരങ്ങൾ, സൂചനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. വിദേശത്തുണ്ടായിരുന്ന റോയിയെ അന്വേഷണ സംഘം ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ED ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും കൊച്ചിയിൽ നിന്നുള്ള ED സംഘം അവിടെ എത്തി ചോദ്യം ചെയ്യുകയുമായിരുന്നു. ബംഗളൂരിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. അങ്ങനെ ആ ചോദ്യം ചെയ്യലിനിടയ്ക്കാണ്, 2:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 3:30 മണി ആകുമ്പോഴേക്കാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറുന്നത്. അവിടെ അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് 6.35 mm ബുള്ളറ്റാണ് കണ്ടെടുത്തത്. ഇതൊരു സൈലൻസർ ഘടിപ്പിച്ച തോക്കാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നാണ് വ്യക്തമായത്. അതായത് വലിയ ശബ്ദം പുറത്തു കേൾക്കില്ല. ആ മുറിയിലിരുന്ന് തന്നെ അദ്ദേഹം വെടിയുതിർക്കുകയായിരുന്നു. ആ തോക്കിൽ ഉപയോഗിച്ചത് ഈ സൈലൻസർ ഉപയോഗിച്ച ഗണ്ണാണ്. അതുകൊണ്ട് തന്നെ ആ ശബ്ദം വെടിവെച്ച വലുതായി പുറത്തു വരില്ല. ഈ 6.35 mm
ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേറ്റത് അത് ഹൃദയത്തിലും ശ്വാസകോശത്തിലുമാണ് മുറിവുകൾ ഉണ്ടായത്. ഈ മുറിവുകളാണ് മരണകാരണമായത്. അദ്ദേഹത്തിന് തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ശ്രമിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊരു നടപടി സ്വീകരിച്ചെങ്കിലും തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു എന്നതാണ് വിവരം. അദ്ദേഹം കസേരയിൽ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ആ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. നെഞ്ചിലാണ് വെടിയേറ്റത്. അത് മനസ്സിലാക്കുന്നത് ആത്മഹത്യ എന്ന ഒരു സൂചനകളൊക്കെയാണ്. പക്ഷേ അവിടെ ചില ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സംഭവം, ദാരുണമായ സംഭവത്തിന് ശേഷം, അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായ എന്ന ഘട്ടത്തിന് ശേഷം അവിടെ പരിശോധന തുടർന്നു എന്ന് ജീവനക്കാരിൽ ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. അത് വലിയ വിവാദമായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരാൾ ഒരു പരിശോധനയുടെ ഘട്ടത്തിൽ അദ്ദേഹം ജീവനൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും പരിശോധന തുടരുന്നത് അത് ശരിയാണോ? ആ തരത്തിലുള്ള ആക്ഷേപം ഉയരുമ്പോൾ കേരളത്തിൽ CPM ഉൾപ്പെടെ ഉള്ള പാർട്ടികൾ അത് മനുഷ്യത്വപരമല്ല എന്ന ഒരു വാദമാണ് ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ മറ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ളവരും ഇതിൻ്റെ വസ്തുത പുറത്തു വരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും അക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് റോയിയുടെ കുടുംബം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് തുടക്കത്തിൽ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള രീതിയിലാണ് കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നത്. DK ശിവകുമാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിൽ സമഗ്രമായ അന്വേഷണം മാത്രമല്ല വളരെ പെട്ടെന്നുള്ള ആക്ഷൻ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. ആദ്യം അശോക് നഗർ പോലീസാണ് ഈ സംഭവം ഉണ്ടായ ഉടൻ കേസെടുത്തത്. തൊട്ട് പിന്നാലെ കർണാടക CID വിഭാഗത്തിന് ഈ കേസ് കൈമാറുന്നു. അതിന് പിന്നാലെ കുടുംബം കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ, പ്രത്യേകിച്ച് റോയിയുടെ സഹോദരനൊക്കെ EDയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ റോയ്ക്ക് മേൽ ഒരുപാട് സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ ഒരു വേട്ടയാടലാണ് എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതോടുകൂടി ഈ കേസ് SITയെ അന്വേഷിക്കാൻ SITക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ SITയുടെ അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം കരുതുന്നത്. നമുക്കറിയാം ശ്രീജ, ഇവിടെ മലയാള സിനിമാ ലോകത്ത് നിന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.